ഞാൻ അവിടെ മീറ്റിങ്ങിൽ തന്നെ സാങ്കേതിക ഉദ്യോഗസ്ഥരോട് ഇത് ചോദിച്ചിരുന്നു. എൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തത് പോലീസ് പങ്കെടുത്തിരുന്നു, ഫയർഫോഴ്സ് പങ്കെടുത്തിരുന്നു, PWD ഇലക്ട്രിക്കൽ വിഭാഗം പങ്കെടുത്തിരുന്നു, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പങ്കെടുത്തിരുന്നു. അതുകൂടാതെ മറ്റ് PWDയുടെ സിവിലും വിഭാഗം ആളുകൾ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ മീറ്റിങ്ങിൽ ഞാൻ ചോദിച്ചു എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് അത് സാങ്കേതികമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയൂ. കാരണം അവരാ വോൾട്ടേജ് മെഷർ ചെയ്തപ്പോൾ 12.9 എന്നുള്ളതാണ് കണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത് ബാറ്ററിയുടെ. അപ്പോൾ അതൊരു വലിയ വോൾട്ടേജ് അല്ല എന്നുള്ളതാണ് അവരുടെ പരിശോധനയിൽ കണ്ടെത്തിയത്. അപ്പോൾ വലിയൊരു കറണ്ട് ഫ്ലോ അവിടേക്ക് ഉണ്ടാകാനുള്ള ആ നിലയിൽ ഉണ്ടാകാനുള്ള സാധ്യത ബാറ്ററിയിലില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു സാങ്കേതികമായി അന്വേഷിച്ച് മാത്രമേ എന്തുകൊണ്ട് എന്നുള്ളത് അവർ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിൽ എല്ലാ തലങ്ങളിലുമുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഫോറൻസിക് വിഭാഗത്തിൻ്റെ പരിശോധന അവരെ നടന്നു. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്യും. അതിനനുസരിച്ചിട്ട് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ പരിശോധിക്കപ്പെടും. അതുകൂടാതെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്നുള്ളത് പറയുകയുണ്ടായി. പിന്നെ ഈ ശനിയാഴ്ച തീപിടുത്തം ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ, ഫിലിപ്സിൻ്റെ MRI മെഷീനാണ് അവിടെ ഉള്ളത്. അവരുടെ തന്നെ UPS ആണ്. അത് മറ്റൊരു കാര്യത്തിനും മറ്റൊരു ലൈനിലേക്കോ അങ്ങനെ കണക്ട് ചെയ്യുന്നതല്ല, മറ്റൊരു സംവിധാനത്തിനും നമ്മൾ ഉപയോഗിക്കുന്നതല്ല. അത് ഡെഡിക്കേറ്റഡ് ടു MRI ആണ്. അപ്പോൾ ഫിലിപ്സ് അവരോടും നമ്മളൊരു റിപ്പോർട്ട് തേടിയിരുന്നു. അവരുടെ ഏജൻസിയാണ്, അവർ പറഞ്ഞ ഏജൻസി ആണ് അതിൻ്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെ നടത്തുന്നത്. അപ്പോൾ അവരോടും റിപ്പോർട്ട് തേടിയിരുന്നു. അപ്പോൾ എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രമേ എന്തുകൊണ്ടെന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റികളെല്ലാം തന്നെ ഈ ബ്ലോക്കിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഫങ്ഷണൽ ആക്കണം നമുക്ക്. അപ്പോൾ ആ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഫങ്ഷണൽ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് അവിടെ നടന്നത്. ആ പരിശോധനകളുടെ ഭാഗമായിട്ടാണ് ഈ സീലിങ്ങിലെ ലൈറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അവിടെ ഈ രീതിയിലൊരു പ്രശ്നമുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ തന്നെ അവിടെ സാങ്കേതിക പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ഒരു കംപ്ലീറ്റ് ഫയർ ഓഡിറ്റ് കൂടി അവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്.